പിണറായി കമ്മ്യൂണിസം വിഴുങ്ങുകയും ശ്വസിക്കുകയും ചെയ്യുന്നു എന്ന് പറയുന്നത് അടപടലം തെറ്റാണ്. കാരണം അദ്ദേഹം ശ്വസിക്കുന്നതും കഴിക്കുന്നതും എല്ലാം മുതലാളിത്തം മാത്രമാണ്. അദ്ദേഹം നല്ലൊന്നാന്തരം ഒരു മുതലാളിയാണ്. EP നേതാവാണ്, അദ്ദേഹം കറകളഞ്ഞ നേതാവ് തന്നെയാണ്. അല്ലെങ്കിൽ അദ്ദേഹം പണ്ടേക്കും പണ്ടേ ഈ പാർട്ടി വിട്ട അദ്ദേഹത്തിന്റെ അവഗണന തെറ്റ് തന്നെയാണ്. EP-യുടെ മകൻ പോയത് തെറ്റാണെന്ന് ചേട്ടൻ ഇവിടെ ഇരുന്ന് ഒറ്റയ്ക്ക് പറഞ്ഞുകൊണ്ട് ഒരു കാര്യമില്ല. ഈ നാട്ടിൽ ഏതൊരു ചർച്ചിലും ഏതൊരു പള്ളിയിലും അനുവദിക്കുന്നുണ്ടെങ്കിൽ അവിടെ പോകാനും പ്രാർത്ഥിക്കാനും അല്ലെങ്കിൽ അവിടെ എന്താണ് നടക്കുന്നത് എന്നറിയാനുള്ള അവകാശമൊക്കെ എല്ലാവർക്കും ഉണ്ട്. അപ്പോൾ EP-യുടെ മകൻ പോയത് കൊണ്ടുള്ള പ്രശ്നം ഇവിടെ മറ്റുള്ളവർക്കുണ്ടെങ്കിൽ പ്രശ്നമുണ്ട് എന്ന് പറയുന്നവന്റെ മനസ്സിൽ ഇപ്പോഴും വർഗീയതയുണ്ട് എന്ന് തന്നെ പറയേണ്ടി വരും. ഈ ചിത്രം കണ്ടോ? അതെ അതെ, കുംഭമേളയ്ക്ക് പോയതല്ലേ? അതെ, കുംഭമേളയ്ക്ക് പോയിട്ട് വരുന്ന യുവാക്കൾ, ഒരു സംഘം വിളിച്ചിരിക്കുന്ന ഒരാളുണ്ട് അതിനകത്ത്. അതെ, ഈ സംഘത്തിൽ നമുക്ക് അറിയാവുന്ന ഒരു മുഖമുണ്ട്. അതെ അതെ, വളരെ നമുക്കറിയാവുന്നത് മാത്രമല്ല കേരളത്തിലെ ഒട്ടുമിക്കവർക്കും അറിയാവുന്ന ഒരു മുഖം. നമുക്കത് നമ്മുടെ പ്രേക്ഷകർ കൂടെ ഒന്ന് കാണിച്ചു. കുംഭമേള ഇപ്പൊ കഴിഞ്ഞു വന്നതേ ഉള്ളൂ. അതിൽ പങ്കെടുത്ത് വരുന്ന ചെറുപ്പക്കാര്, ഒരു കൂട്ടം ചെറുപ്പക്കാരുടെ ചിത്രമാണ് നാം കാണിച്ചിരിക്കുന്നത്. അതിലൊരു സുപ്രധാന മുഖമുണ്ട്, സുപ്രധാന വ്യക്തിയുണ്ട്. ഇനി നമുക്ക് കാര്യത്തിലേക്ക് വരാം. അതായത് കുംഭമേള നടന്നു കഴിഞ്ഞ് ഇപ്പൊ വന്നിരിക്കുന്ന ഈ ചിത്രത്തിൽ കാണുന്നത് നമ്മുടെ CPM-ന്റെ പ്രമുഖ നേതാവ് EP ജയരാജന്റെ മകൻ, അദ്ദേഹത്തിന്റെ പേര് ജെയ്സ് എന്നാണ്. ജെയ്സ് എന്നാണ് ആ ചെറുപ്പക്കാരന്റെ പേര്. അപ്പൊ ഈ ഒരു വാർത്ത ഇതുവരെ കേരളത്തിലെ ഒരു നവമാധ്യമവും പുറത്തു വിട്ടതായിട്ട് അറിവില്ല. കാര്യം കുംഭമേളയിൽ ലക്ഷക്കണക്കിന് അല്ലെങ്കിൽ കോടിക്കണക്കിന് ആള്, ലക്ഷക്കണക്കിന് ഉണ്ടാവുള്ളൂ, ലക്ഷക്കണക്കിന് ആള് വന്നിട്ടുണ്ട്. ഇപ്പൊ വന്നവരുടെ എണ്ണം പറയുകയല്ല, വന്നിട്ടുണ്ടാവും, കണക്കിൽ പറയുന്നത്. അപ്പൊ ഇത്തരത്തിൽ അത് BJP സർക്കാരിന്റെ മേള എന്ന് വരെ ഇവിടെ മാധ്യമങ്ങൾ പറഞ്ഞു. അപ്പൊ BJP സർക്കാരിന്റെ മേളയ്ക്ക് പോളിറ്റ് ബ്യൂറോ മെമ്പർ ആയിട്ടില്ല, അദ്ദേഹം CC മെമ്പറാണ്. പാർട്ടിയുടെ ഒരു വലിയ നേതാവിന്റെ മകൻ പങ്കെടുത്തു എന്ന് പറയുന്നത് കേരളത്തിലെ CPM ഇതുവരെ അറിഞ്ഞില്ലേ? അല്ലെങ്കിൽ കേരളത്തിലെ ഏറ്റവും കൂടുതൽ CPM-നെ വിമർശിക്കുന്ന ഇവിടെ ഒരുപാട് നവമാധ്യമങ്ങളുണ്ടല്ലോ, ഒരുപാട് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം ഉണ്ടല്ലോ, ആരും ഇതുവരെ കണ്ടില്ലല്ലോ. അതേ കണ്ടിട്ട് കണ്ടതായി നടിക്കാത്തതാണ്. എന്തുകൊണ്ടാണ് ചേട്ടൻ എന്താണ് തോന്നുന്നത്? അല്ല, അതിൽ EP എന്ന് പറയുന്ന ഒരു വിവാദ കഥാപാത്രം ആണ് എന്നുള്ളത് കൊണ്ട് ഇതും ഒരു വിവാദം ആണ് എന്ന് തന്നെ നമുക്ക് പറഞ്ഞുകൂടെ? പാർട്ടി സമ്മേളനം നടക്കാനിരിക്കുന്നു. പാർട്ടി അതിനു മുമ്പ് അടുത്ത ബോംബ് EP പൊട്ടിക്കുമോ? അതായത് EP ഓരോ തവണയും ഓരോ നടയടി കൊടുത്തിട്ടുണ്ട്. ആ നടയടിയുടെ ഏറ്റവും അവസാനത്തെ സംഭവമായിരിക്കാം ഇതിപ്പോ പുറത്തു വരുമ്പോഴുണ്ടാകുന്നത്. കാരണം ചേട്ടനറിയാലോ, തിരഞ്ഞെടുപ്പ് കാലത്താണ് പ്രകാശ് ജാവ്ദേക്കറെ കണ്ടു. പാലക്കാട് ഉപതെരഞ്ഞെടുപ്പെടുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ പുസ്തകം ഇറങ്ങി. അതെ, കട്ടൻ ചായയും പരിപ്പൂടയും. ആ കട്ടൻ ചായയും പരിപ്പൂടയും എന്ന പേര് പോലും അദ്ദേഹം ഇട്ട പേരല്ല, അത് അങ്ങനെയും പറയുന്നു. അപ്പോ ഇതിലെ EP പല തവണയായിട്ട് BJP-യിലേക്ക് എന്നുള്ള തരത്തിലുള്ള വാർത്തകളൊക്കെ BJP-യിലേക്ക് എത്തി എന്ന് വരെ പറഞ്ഞു. ഇതിപ്പോ EP BJP-യിലേക്ക് പോകുമോ ഇല്ലയോ അതല്ല വിഷയം. EP-യുടെ മകൻ ജെയ്സിന് എന്തുകൊണ്ടാണ് ഒരു കുംഭമേളയിൽ പങ്കെടുത്താൽ എന്താ പ്രശ്നം? അല്ല, കുംഭമേളയിൽ ജെയ്സ് പങ്കെടുത്തോട്ടെ. എന്റെ ഒരു സുഹൃത്ത് ഞാൻ സംസാരിച്ചപ്പോ എന്നോട് പറഞ്ഞു, എന്താ കുംഭമേളയിൽ ജയരാജന്റെ മകന് പങ്കെടുത്താൽ എന്താ പ്രശ്നം? അല്ല, നമ്മൾ ഇതിൽ ഒറ്റ കാര്യം ചോദിക്കാനുള്ളൂ. ഈ EP-യെ പോലെ അല്ലെങ്കിൽ പാർട്ടി ഇപ്പൊ മുഖ്യമന്ത്രി പിണറായി വിജയനെ പോലെ കമ്മ്യൂണിസം വിഴുങ്ങുകയും കമ്മ്യൂണിസം ശ്വസിക്കുകയും കാണുന്നതെല്ലാം കമ്മ്യൂണിസം കാണുകയും ചെയ്യുന്ന നിരവധി പേരടങ്ങുന്ന ഈ പാർട്ടിയുടെ ഒരു സമൂഹമുണ്ട്. അവർക്കൊക്കെ ഇതിലൊന്നും പറയാനില്ലേ? അതായത് ചേട്ടൻ പറഞ്ഞതിൽ എനിക്കൊരു വിയോജിപ്പുണ്ട്. പിണറായി കമ്മ്യൂണിസം വിഴുങ്ങുകയും ശ്വസിക്കുകയും ചെയ്യുന്നു എന്ന് പറയുന്നത് അടപടലം തെറ്റാണ്. കാരണം അദ്ദേഹം ശ്വസിക്കുന്നതും കഴിക്കുന്നതും എല്ലാം മുതലാളിത്തം മാത്രമാണ്. അദ്ദേഹം നല്ലൊന്നാന്തരം ഒരു മുതലാളിയാണ്. EP-യും നല്ലൊന്നാന്തരം ഒരു ബിസിനസ്സുകാരനാണ്. ചേട്ടനറിയാം, നമ്മുടെ സ്ഥാനാർത്ഥിയായിരുന്ന മുൻ കേന്ദ്രമന്ത്രിയായിരുന്ന രാജീവ് ചന്ദ്രശേഖറുമായി അദ്ദേഹത്തിന്റെ ഒരു വെഞ്ചറുമായി ചേർന്നുകൊണ്ടാണ് വൈദേകം റിസോർട്ടിന്റെ പ്രവർത്തനങ്ങൾ പോയത്. ഇതിപ്പോ രാഷ്ട്രീയം മാറ്റിവെച്ചിട്ടാണ് എല്ലാവരും ബിസിനസ് ചെയ്യുന്നത്. അപ്പോ അതുകൊണ്ടാണ് ബിസിനസ്സുകാർ എല്ലാവർക്കും ഫണ്ട് കൊടുക്കുന്നത്. അല്ലെങ്കിൽ പിന്നെ മാറി വരുന്ന രാഷ്ട്രീയ കാലാവസ്ഥയിൽ അവർക്ക് നിന്നു പോകാൻ പറ്റില്ല. അപ്പോൾ ആസ് എ ബിസിനസ്മാൻ
അത് മാറ്റിവെച്ചുകൊണ്ടായിരിക്കാം EP ഇത്തരത്തിലൊരു വൈദേക റിസോർട്ടുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ. ഇതിപ്പോ വൈദേകത്തിന്റെ കാര്യം നമുക്ക് പുറത്തു വന്നത് അറിയാം എന്നുള്ളത് കൊണ്ട് മാത്രമാണ്. മറ്റെന്തെല്ലാം ബിസിനസ്സുമായി ബന്ധപ്പെട്ടുണ്ടാവും. ഈ പിണറായി വിജയനുമായി ചേർന്നിട്ട് ഫാരിസ് അബൂബക്കറുമായി ചേർന്നിട്ട് വലിയ രീതിയിൽ തന്നെ ഭൂമി ഇടപാടുകൾ നടത്തി എന്നുള്ള ഒരു വിവരം ആ മാധ്യമ പ്രവർത്തകയുടെ പേര് ഞാൻ മറന്നുപോയി, അവർ പുറത്തു കൊണ്ടുവന്നിരുന്നു. പക്ഷെ അത് ആ ഒരു സമയത്ത് കത്തി നിന്നതല്ലാതെ അതിനുശേഷം അത് മാറി തണുത്തുപോയി. അപ്പോൾ ചേട്ടൻ പറഞ്ഞതിൽ ഒരു ചോദ്യമായിട്ട് എനിക്ക് തോന്നിയത്, ഈ പറയുന്ന ആദർശം പറഞ്ഞുകൊണ്ടിരിക്കുന്ന സഖാക്കൾക്കിടയിൽ നിന്ന് എന്താ പറയാ BJPയുടെ മേളയാണ് എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് EP-യുടെ മകൻ എന്തിനു പോയി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരുപക്ഷെ അത് ഒരു ഉല്ലാസയാത്രയായിട്ട് പോയതായിരിക്കാം എന്ന് വേണമെങ്കിലും നമുക്ക് പറയാം. പക്ഷേ അവിടെ പോയോ ഇല്ലയോ എന്നുള്ളതാണ്. അവിടെ അപ്പോൾ EP-യുടെ മകൻ പോകുന്നു എന്ന് പറയുമ്പോൾ EP ജാവ്ദേക്കറെ കണ്ടതിലും വലിയ എന്ത് തെറ്റാണുള്ളത്? പിന്നെ മറ്റൊരു കാര്യം ഞാൻ ചോദിക്കട്ടെ, ഇവരല്ലേ ഈ കഴിഞ്ഞ ദിവസം പറഞ്ഞത് ഫാസിസത്തിന്റെ കാര്യം പറഞ്ഞത് ചേട്ടന് അറിയാമല്ലോ. അതിന്റെ ഒരു അച്ചടി ഭാഷയിലുള്ള കാര്യം എന്താണ് ഫാസിസം എന്ന് പറയുമ്പോൾ? അത് ഞാൻ പറയാം. അച്ചടി ഭാഷയിലാണ്. ഫാസിസം എന്ന് പറയുന്നത് ഒരുതരം സമഗ്രാധിപത്യ രാഷ്ട്രീയ നേതൃത്വമാണ്. ഇപ്രകാരമുള്ള ഭരണകൂടങ്ങളുടെ അടിസ്ഥാനം യുദ്ധ കേന്ദ്രീകൃത സമീപനം, വീരാരാധന, ഒരു പൊതു ശത്രുവിനെതിരെ ഒരു ജനതയെയോ രാഷ്ട്രത്തെയോ ഏകീകരിക്കൽ തുടങ്ങിയ ആശയങ്ങളിൽ ഊന്നിയുറച്ചുകൊണ്ടുള്ളതാണ്. ഇത് പ്രമാണിത്ത ദേശീയവാദത്തിൽ അധിഷ്ഠിതവുമായിട്ടുള്ള ഒരു തീവ്ര രാഷ്ട്രീയവാദമാണ് എന്നുള്ളതാണ്. ഇതിൽ പറഞ്ഞ ഒരു കാര്യം ഞാൻ ചോദിക്കട്ടെ, വീരാരാധന എന്ന് പറയുന്നത് ഇവിടെ ഈ തിരുവാതിരയും മണ്ണാങ്കട്ടയും പുകഴ്ത്തുപാട്ടും ഒക്കെ നടത്തുന്ന പിണറായിക്കാകാമല്ലോ അല്ലേ? അപ്പൊ അവർ വലത്തേക്ക് ചാഞ്ഞു തുടങ്ങിയതിൽ തെറ്റില്ല. വലത്തേക്ക് ചാഞ്ഞതിന് പുകഴ്ത്തൽ, അതായത് വലത്ത് ചാഞ്ഞിട്ടാണല്ലോ ഈ പുകഴ്ത്തൽ വരുത്തുന്നത്. ഈ ഫാസിസം വരുന്നത് അവിടെ നിന്നാണല്ലോ. അപ്പോ പിണറായിക്ക് പിണറായിയുടേതായ കച്ചവടങ്ങൾ ഉറപ്പിക്കാൻ വേണ്ടിയിട്ടാണ് EP-യെ പോലും ഒരു ഘട്ടത്തിൽ സംരക്ഷിക്കാതെ, അതായത് വലത് കൈയാണെന്നാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. അതായത് പിണറായി കഴിഞ്ഞാൽ EP എന്നുള്ള രീതിയിൽ ഉണ്ടായിരുന്ന EP-യെ മാറ്റി നിർത്തിയത് പോലും അദ്ദേഹത്തിന്റെ സ്വന്തം താല്പര്യത്തിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ EP-യുടെ മകൻ ഇവിടേക്ക് പോയി എന്ന് പറയുമ്പോൾ അതിൽ എനിക്ക് വലിയ അത്ഭുതമൊന്നും തോന്നുന്നില്ല. EP അടക്കം പോകണമായിരുന്നു എന്നുള്ളതാണ് എൻ്റെ ഒരു പക്ഷം. എന്താണെന്ന് എല്ലാവരും പോട്ടെ. അല്ലെങ്കിൽ അങ്ങനെയാണെങ്കിൽ ഇനിയിപ്പം മതേതരത്വം പൂത്തുലയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കഴിഞ്ഞ ചർച്ചയിലും പറഞ്ഞതുപോലെ ആണെങ്കിൽ എല്ലാവരും മക്കയ്ക്കും പോട്ടെ വരുന്നത്. താങ്കൾ ഇങ്ങനെ പറയുമ്പോൾ എനിക്ക് ചിരിയാണ് വരുന്നത്. കാര്യം എന്ന് വെച്ചാലേ എങ്കിൽ പിന്നെ എന്ത് കമ്മ്യൂണിസമാണ് ഇവിടെ ഇവർ പറയുന്നത്? കാലാനുസൃതമായിട്ടുള്ള മാറ്റങ്ങൾ എല്ലായിടത്തും വന്നിട്ടുണ്ട്. കമ്മ്യൂണിസം എന്ന് പറയുന്നത് അന്ധകാലത്ത് അത് കമ്മ്യൂണിസം എന്താ പറയാ അനിവാര്യമായിരുന്നു. ഇന്നത്തെ കാലത്ത് മതവാദങ്ങളെയും അത്തരത്തിലുള്ള കാര്യം, അതായത് മത ജാതി വിഭാഗങ്ങളെ ഒന്നും മാറ്റി നിർത്തിയിട്ട് ഒരു കമ്മ്യൂണിസ്റ്റും ഇവിടെ വരാൻ പോകുന്നില്ല. നവഫാസിസം എന്ന് പറയുന്നത് ഇവർ അറിഞ്ഞുകൊണ്ട് തന്നെ എഴുതിയെന്നാണോ? അവർ അറിഞ്ഞുകൊണ്ടാണ്. എന്താണ് സംശയം? എന്താണ്? നരേന്ദ്രമോദി ഫാസിസ്റ്റ് അല്ല എന്ന് CPM സമ്മതിച്ചു കഴിഞ്ഞു. അതെ അതെ, ആ അന്തർധാര ഉണ്ട്. ഈ അന്തർധാര എത്ര തവണ നമ്മൾ കണ്ടതാണ്. പിന്നെ എന്തിനാണ് നമ്മൾ വെറുതെ നമ്മൾ ഒരു ഹെലികോപ്റ്റർ പോകുന്ന ഒരു രംഗം ഉണ്ടല്ലോ, മോദി ഇങ്ങോട്ട് നോക്കുന്നു, പിണറായി ഇങ്ങോട്ടൊക്കെ പക്ഷെ CPI എന്തിനാ എതിർത്തപ്പോ? CPI എവിടെ കിടക്കുന്നപ്പ? CPI സോവിയറ്റ് കമ്മ്യൂണിസമാണ് ചേട്ടാ. ചൈന കമ്മ്യൂണിസമാണ്. ഈ ചൈന കമ്മ്യൂണിസം സോവിയറ്റ് കമ്മ്യൂണിസം അവിടെ നിൽക്കട്ടെ, CPIക്ക് നിവർന്ന് നിന്നിട്ട് CPM-നോട് ഇതാണ് എന്താ പറയുക തങ്ങളുടെ നിലപാട് എന്ന് അടിയുറച്ചു പറഞ്ഞു ഒരു മാസം വേണ്ട, ഒരു 2 ദിവസം നിലനിന്ന് പോകാൻ പറ്റുമോ? നിങ്ങൾ എന്തായി പറയുന്നത്? കഴിഞ്ഞ ദിവസം പിന്നെ ഇവിടെ ഏത് സ്ഥലത്താണ് സമ്മേളനം നടന്നത് എനിക്കറിയില്ല. ഇവിടെ എറണാകുളത്ത് പിന്നെ എടപ്പള്ളി പോലീസ് സ്റ്റേഷൻ ആക്രമണത്തിന്റെ വേദി, പിന്നെ ഞാനത് ഇത് തന്നെ പറയാം, സഖാവ് ഗോവിന്ദൻ വേദിയിലുണ്ട്, സഖാവ് ബിനോയ് വിശ്വം വരുന്നു, സഖാവ് ബിനോയ് വിശ്വം സംസാരിക്കുന്നു, ബിനോയ് വിശ്വത്തിന് പെട്ടെന്ന് സ്നേഹം കൂടുന്നു. അദ്ദേഹം പറയുന്നു നമുക്ക് ഒരുമിച്ച് കൂടെ, CPIക്കും CPM-നും ഒരുമിച്ച് കൂടെ. അപ്പോ അദ്ദേഹത്തിന്റെ തിരിച്ചുള്ള മറുപടി ഗോവിന്ദന്റെ സമയമായില്ല പോലും. അപ്പോ അതുകൊണ്ട് എന്റെ സംശയം ഇത്രയേ ഉള്ളൂ, നമ്മൾ പറയുന്ന പോലെ ഇത്രയും പ്രജിത പറഞ്ഞു എന്തുകൊണ്ട് പൊയ്ക്കൂടാ, അതൊരു ടൂർ ആയിരുന്നില്ലേ? ശരിയാണ്, നമ്മളിപ്പോൾ കേരളത്തിലെ ഒരു മാധ്യമങ്ങളും ഈ പറയുന്ന പോലെ ഈ പറയുന്ന വ്യക്തിയുടെ മകൻ പോയെന്നോ വന്നെന്നോ ഒന്നും ഒരു വാർത്ത വന്നിട്ടില്ല. എന്നാൽ നമ്മളിപ്പോൾ ആ വാർത്ത പുറത്തു വിടുന്നു. അപ്പോൾ അവർ ചോദിക്കും എന്തുകൊണ്ട് EP-യുടെ മകന് പൊയ്ക്കൂടാ? EP-യുടെ മകൻ ടൂർ പോയതാണ്. പക്ഷേ
നിങ്ങൾ ഈ പറയുന്ന പോലെ ഇപ്പൊ നിങ്ങൾക്ക് ഒരു ഇലക്ഷൻ അടുത്ത് വരുന്നത് കൊണ്ട് അവർക്ക് ഇനി ഒരു 5 കൊല്ലം കൂടെ സുഖിച്ച് ഭരിക്കാനായിട്ട് ഈ പറയുന്ന പോലെ 5 കൊല്ലം കൂടി ഇരിക്കണം, മകളെ കേസിൽ നിന്ന് രക്ഷിക്കണം, എന്റെ മോളെ രക്ഷിക്കണം എന്ന് പറയാതിരിക്കുന്നത് അതിന്റെ ഒരു ഭാഗമായിട്ടാണ് നരേന്ദ്രമോദി ഫാസിസ്റ്റ് അല്ല എന്ന് പറഞ്ഞതല്ലെന്ന് പറയാൻ ആരെക്കൊണ്ടും കഴിയില്ല. അതായത് ഞാൻ അറിഞ്ഞത് ഇതിനെക്കുറിച്ച്, അതായത് ഇങ്ങനെ ഒരു മധുരയിൽ നടക്കാൻ പോകുന്ന പാർട്ടി കോൺഗ്രസിന് ഇത്തരത്തിൽ അവരുണ്ടാക്കുന്ന നയരേഖ എന്ന് പറയുന്നത്, ഈ നയരേഖ ഉണ്ടാക്കുന്നതിന് കേരള ഘടകം ആണ് ഏറ്റവും കൂടുതൽ കൈകടത്തിയിരിക്കുന്നത്. അതിൽ മിസ്റ്റർ പിണറായി വിജയന് അത്യാവശ്യം നല്ല പങ്കുണ്ട്. പിണറായിക്ക് കൈകടത്താണ്ട് വല്ല വഴിയുണ്ടോ? ഈ സഖാക്കളെയൊക്കെ ചുരുട്ടിക്കൂട്ടി എങ്ങനെ എടുത്തിട്ടിട്ട് പോകും? പോക്കുവരത്തിന് പൈസ പോലും ഇല്ലാത്ത സഖാക്കളെ ആര് കൊണ്ടുപോകും? ആര് ഊട്ടും? അല്ല, എന്റെ സംശയം ഇത്രയേ ഉള്ളൂ. പിന്നെ എന്തിന് നിങ്ങൾ ഫാസിസം അല്ലെങ്കിൽ അങ്ങനെ ഇങ്ങനെ? ഇപ്പൊ ഫാസിസം എന്ന് പറയുന്നത് ഉണ്ടായത് ഇറ്റലി മുസോളിനി എന്ന് പറയുന്ന ഒരു ഏകാധിപതിയിൽ നിന്നാണ് ഉണ്ടായത്, അല്ലെ? എങ്കിൽ പിന്നെ ഇവർ എന്തിന് ഇതെല്ലാം പറഞ്ഞു എന്നൊരു ചോദ്യം ഇവിടെ സാധാരണക്കാരുണ്ടാകില്ലേ? പറയുന്നതൊന്ന്, പ്രവർത്തിക്കുന്നത് വേറൊന്നും. എന്തിനാണ് ഇങ്ങനെ ചെയ്യുന്നത്? ചേട്ടന് ഇത്രയും നാളായിട്ട് സംശയം ഉണ്ടായിരുന്നോ? എനിക്ക് സംശയം ഉണ്ടാന്ന് വെച്ചാൽ ഈ പറയുന്ന കരട് രേഖയിൽ വന്നിരിക്കുന്ന ഫാസിസം എന്നൊരു വാക്ക് നവഫാസിസമാണ്. ഈ പറയുന്ന നരേന്ദ്രമോദി ഫാസിസ്റ്റ് അല്ല, എന്നാൽ നവഫാസിസമാണ് എന്നൊക്കെ കടിച്ചാ പൊട്ടാത്ത വാക്കൊക്കെ പറഞ്ഞാലും നിങ്ങൾ മുതലാളിത്തത്തിനെതിരെ പ്രവർത്തിക്കൂ, നിങ്ങൾ മുതലാളികളെ അടിച്ചമർത്തൂ എന്നൊക്കെ മുക്കിന് പാവം തൊഴിലാളികളെ പറഞ്ഞ് പറ്റിച്ച് 10ാമത്തെ കൊല്ലം ഭരണത്തിൽ കയറുമ്പോൾ അടുത്തൊരു 5 കൊല്ലവും കൂടെ കുറച്ച് BJP-ക്കാരെ വോട്ട് കിട്ടണം, അല്ലെ? ഇപ്പൊ പ്രൈത പറഞ്ഞ പോലെ ഞാൻ അതിനെ ഈ പറയുന്ന പോലെ അത് എന്തുകൊണ്ട് ചെയ്തു എന്നുള്ളത് ഞാൻ പറയുന്നതേ ഉള്ളൂ. അടുത്തൊരു 5 കൊല്ലം കൂടെ ഭരണത്തിൽ ഇരിക്കണം, മകളെ കേസിൽ നിന്ന് രക്ഷിക്കണം. തനിക്കൊരു 5 കൊല്ലം കൂടെ. ഇദ്ദേഹം എന്താ യയാതിയാണോ? അല്ല, ഇദ്ദേഹം യയാതിയാണോ? അത് ചേട്ടൻ ചോദിക്കേണ്ടി വരും. ശരി, ഇനി പറഞ്ഞോളൂ. ഞാൻ പറയുന്നത്, ചേട്ടൻ ഇത്രയും വിശദീകരിച്ചു. ഞാൻ പറഞ്ഞത് ഇതിനു മുമ്പേ വെച്ചതും ഒന്ന് തന്നെയാണ്. കാരണം തെറ്റ് തന്നെയാണ്. ഇപിയുടെ മകൻ പോയത് തെറ്റാണെന്ന് ചേട്ടൻ ഇവിടെ ഇരുന്ന് ഒറ്റയ്ക്ക് പറഞ്ഞുകൊണ്ട് ഒരു കാര്യമില്ല. കാരണം ഇപിയുടെ മകൻ പോകണ്ട എന്നുണ്ടെങ്കിൽ കണ്ണൂരിലടക്കം ഇവർ നടത്തുന്ന എന്താ പറയുക, ക്ഷേത്ര ഭരണം അടക്കം മാറ്റിവെച്ച് ഇത്തരത്തിൽ ഒരു സമുദായത്തിന്റെയോ ഒരു മതവിഭാഗത്തിന്റെയോ വോട്ട് വേണ്ട, നിങ്ങൾ അതല്ലാതെ ഞങ്ങൾക്ക് വോട്ട് തരണം എന്ന് പറഞ്ഞ് രംഗത്തിറങ്ങാനുള്ള നട്ടെല്ല് ഈ പാർട്ടിക്കുണ്ടാകണം. ഈ പാർട്ടിക്ക് അതില്ല. നമ്മൾ വെറുതെ ഇരുന്ന് തർക്കിക്കുന്നത് കൊണ്ട് യാതൊരു കാര്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇപിയുടെ മകനല്ല, ഈ ലോകത്തുള്ള ഏതൊരു മനുഷ്യനും വന്നു പോയിട്ടുള്ള മനുഷ്യ മഹാസംഗമം തന്നെയാണ് കുംഭമേള. ആ കുംഭമേളയിൽ പോയത് കൊണ്ട് ഒരാൾ ഹിന്ദു ആകുന്നുവെന്ന് അല്ലെങ്കിൽ ആ പോയ വ്യക്തി മുസൽമാൻ അല്ലാതെ ആകുകയോ ക്രൈസ്തവൻ അല്ലാതെ ആകുകയോ ഒന്നും ചെയ്യുന്നില്ല. ഈ നാട്ടിൽ ഏതൊരു ചർച്ചിലും ഏതൊരു പള്ളിയിലും അനുവദിക്കുന്നുണ്ടെങ്കിൽ അവിടെ പോകാനും പ്രാർത്ഥിക്കാനും അല്ലെങ്കിൽ അവിടെ എന്താണ് നടക്കുന്നത് എന്നറിയാനുള്ള അവകാശമൊക്കെ എല്ലാവർക്കും ഉണ്ട്. അപ്പോൾ ഇപിയുടെ മകൻ പോയത് കൊണ്ടുള്ള പ്രശ്നം ഇവിടെ മറ്റുള്ളവർക്കുണ്ടെങ്കിൽ ഈ പോയതിൽ പ്രശ്നമുണ്ട് എന്ന് പറയുന്നവന്റെ മനസ്സിൽ ഇപ്പോഴും വർഗീയതയുണ്ട് എന്ന് തന്നെ പറയേണ്ടി വരും. ഇത്രയും വലിയൊരു കാര്യം നടന്നിട്ട് അതിനെ ഇതുവരെ ഇരുന്ന് നമ്മൾ അത് അങ്ങനെയല്ല, അതൊരു വലിയ മനുഷ്യ മഹാസംഗമമായിരുന്നു എന്ന് പറഞ്ഞു വെച്ചിടത്ത് നിന്ന് നമ്മൾ എന്തുകൊണ്ടാണ് ആ ഒരു നിമിഷത്തിൽ കമ്മ്യൂണിസ്റ്റുകാരൻ അവിടെ പോയി എന്ന് പറയുമ്പോൾ തള്ളി പറയുന്നത്? എന്താണ് കമ്മ്യൂണിസ്റ്റുകാരൻ പോയാൽ എന്താണ് പ്രശ്നം? അല്ല പ്രജിത, കമ്മ്യൂണിസ്റ്റുകാരൻ പോയതിലുള്ള പ്രശ്നമല്ല ഞാൻ പറയുന്നത്. ഞാൻ പറയുന്നത് ഇത്രയേ ഉള്ളൂ, നിങ്ങൾ പറയുന്നതൊന്ന്, പ്രവർത്തിക്കുന്നതൊന്ന്. നമ്മൾ അല്പം മുമ്പ് കേട്ട ഒരു വീഡിയോ ആണെന്ന് തോന്നുന്നു. അതിൽ പറയുന്നുണ്ട്, ഏഷ്യാനെറ്റ് ന്യൂസിലെ എക്സിക്യൂട്ടീവ് എഡിറ്റർ പറയുന്നുണ്ട്, ബി ജെ പിയുടെ കുംഭമേളയാണ്. BJP-യുടെ കുംഭമേള എന്ന് പറയുന്നത് ആ എക്സിക്യൂട്ടീവ് എഡിറ്റർ പറയുന്നത് അവരുടെ ഭാഷ എന്ന് അല്ല എനിക്ക് തോന്നുന്നത്, അത് ഇവിടുത്തെ കമ്മ്യൂണിസ്റ്റ് ഭാഷയാണ്. അപ്പൊ അങ്ങനെ BJP നടത്തുന്ന കുംഭമേളയ്ക്ക് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റിന്റെ സെൻട്രൽ കമ്മിറ്റി മെമ്പറുടെ മകൻ പങ്കെടുത്തു എന്ന് പറയുന്നതിൽ തെറ്റുണ്ടെന്ന് ഞാൻ പറയുന്നതിന്റെ കാരണം, തെറ്റൊന്നല്ല എൻ്റെ ചോദ്യം, പങ്കെടുത്തു ശരിയാണ്, പങ്കെടുത്തു എന്ന് പറയുന്നതിന്റെ കാരണം അദ്ദേഹത്തിന് ഇതിന്റെ വിശദീകരണം നൽകാൻ കഴിയുമോ? കാര്യം കട്ടൻ ചായയും പരിപ്പ് വടയും എന്നൊരു പുസ്തകം ഇറങ്ങിയപ്പോൾ അത് ഞാൻ എഴുതിയ പുസ്തകമല്ല, ഞാൻ തെറ്റുകാരനല്ല, എന്നെ പാർട്ടിക്കകത്ത് അപജയപ്പെടുത്തുന്നതാണ് എന്നൊക്കെ പറയുകയും നമ്മളിപ്പോൾ സംസാരിച്ചു തുടങ്ങിയപ്പോൾ ആദ്യം പ്രജിത പറഞ്ഞു ഇ.പി. ജയരാജൻ BJP-യിലേക്ക് പോയി എന്നൊരു വാർത്ത നമ്മൾ കേട്ടില്ലേ? അപ്പൊ ഞാൻ ചോദിക്കുന്നത് ഇത്രയേ ഉള്ളൂ, മൈക്കും കെട്ടി വെച്ച് കമ്മ്യൂണിസവും ഇസവും എന്നൊക്കെ പറഞ്ഞ് പ്രസംഗിച്ച് ആളെ കൂട്ടി ആൾക്കാരെ വോട്ട് വാങ്ങി ഭരണത്തിലേറി കഴിഞ്ഞ് സുഖവും സുഖലോലുപതയും ഉണ്ടാക്കി കഴിഞ്ഞിട്ട് ഒരു വേള ഇനിയും ഒരിക്കൽ കൂടെ ഭരണം കിട്ടാൻ, അധികാരത്തിൽ നിന്ന് മാറിപ്പോവാതിരിക്കാൻ ഇന്നലെ വരെ എതിർത്ത് പറഞ്ഞുകൊണ്ടിരുന്നവരെ അത് നല്ലതാണ്, കുഴപ്പമില്ല, എനിക്ക്
അധികാരത്തിൽ വരണം എന്ന് ഇൻഡയറക്ട്ലി പറയുന്നതല്ലേ എന്നൊരു ചോദ്യം മാത്രം. ഞാനൊരു കാര്യം പിന്നെ കമ്മ്യൂണിസത്തെ കുറിച്ച് പറയരുത്, കമ്മ്യൂണിസത്തെ കുറിച്ച് പറയരുത്, നിങ്ങൾ അതിലേക്ക് തന്നെ പോയിക്കോളൂ. അല്ല, ഞാൻ അതിലൊരു കാര്യം ചോദിക്കട്ടെ. ഇപിയുടെ മകൻ പോയത് കൊണ്ട് മാത്രമാണോ ഇവിടെ വീതം വെപ്പ് വോട്ടെടുപ്പ് നടക്കുന്നത്? അല്ലല്ലോ. ഇപി പോയത് കൊണ്ടോ? ഇപി നേതാവാണ്, അദ്ദേഹം കറകളഞ്ഞ നേതാവ് തന്നെയാണ്. അല്ലെങ്കിൽ അദ്ദേഹം പണ്ടേ ഈ പാർട്ടി വിട്ട അദ്ദേഹത്തിന്റെ അവഗണന കൊണ്ട് തർക്കിക്കാൻ വേണ്ടി തർക്കിച്ചിട്ട് കാര്യമില്ല. ഏറ്റവും കൂടുതൽ ഇത്തരത്തിൽ സംസാരിക്കുന്നവരാണ് ഏറ്റവും കൂടുതൽ ഇങ്ങനെ ഓരോന്നിലേക്ക്. അങ്ങനെ പോകാനായിരുന്നെങ്കിൽ അദ്ദേഹത്തിന് ഒരുപാട് ചാൻസ് ഉണ്ടായിരുന്നു, പോകാമായിരുന്നു. പിന്നെ ചേട്ടൻ പറഞ്ഞു വെച്ച ഒരു കാര്യം, വോട്ട് ബാങ്ക് ലക്ഷ്യമാക്കിയാണ് ഇപിയുടെ മകൻ പോയത് എന്ന് പറയുന്നുണ്ടെങ്കിൽ എനിക്ക് അതിനോട് അനുകൂലിക്കാൻ കഴിയില്ല. കാരണം കച്ചവടം നടത്തുന്നത് മുഖ്യമന്ത്രി പിണറായി വിജയനും ഇവിടുത്തെ BJP നേതാക്കളും തമ്മിലാണ് എന്നുള്ളത് വളരെ പരസ്യമായിട്ടുള്ള കാര്യമാണ്. അത് രഹസ്യമാണ് എന്നുള്ളതാണ്. അതിന് മറ്റുള്ള ചില ഘടകങ്ങൾ അത് കൂട്ടിച്ചേർത്ത് തന്നെ അത് മറ്റൊരു വിഷയമാണ്. അത് അതിലേക്ക് പോകണമെങ്കിൽ മറ്റൊരു വിഷയമായിട്ട് തന്നെ നമ്മൾ സംസാരിക്കേണ്ടി വരും. അപ്പോൾ അതിനുള്ള പങ്ക് കച്ചവടം എങ്ങനെയാണ് എന്നുള്ള ധാരണയൊക്കെ ഇതിനകം തന്നെ BJPക്കകത്തും CPM-നകത്തും വന്നു കഴിഞ്ഞിട്ടുണ്ട്. അതിൽ ഇപിയുടെ മകൻ പോയത് കൊണ്ട് മാത്രം അവർ എന്താ പറയാ വോട്ട് ബാങ്ക് രാഷ്ട്രീയം ലക്ഷ്യമിട്ടാണ് പോയത് എന്നാണ് ചേട്ടൻ പറഞ്ഞു വെച്ചത്. അങ്ങനെയല്ല, ഇപ്പൊ പറഞ്ഞു വെച്ചത് അങ്ങനെയല്ല. വോട്ട് ബാങ്ക് രാഷ്ട്രീയമാണ് എങ്കിലും അവർക്ക് ഇപ്പൊ ഉണ്ടായിരിക്കുന്ന സ്നേഹം എന്തർത്ഥത്തിലാണ്? ഇപ്പോഴല്ലോ, ഇത് കാലാകാലങ്ങളായി നടന്നുകൊണ്ടിരിക്കുന്നതല്ലേ. ഈ ഒരു ദിവസം പുലർന്നു വീണപ്പോഴുണ്ടായ മാത്രമല്ല, ഞാൻ ഫാസിസത്തിൽ തന്നെയാണ് ഞാൻ വീണ്ടും പിടിക്കുന്നത്. അല്ല, ഫാസിസത്തിലാണെങ്കിലും അല്ലെങ്കിലും ഇത് നാളായിട്ട് നടക്കുന്ന ഒരു കാര്യമാണ്. അത് ഇന്നോ ഇന്നലെയോ തുടങ്ങിയിട്ടുള്ള കാര്യമൊന്നുമല്ല. ഇതിന് ചികഞ്ഞു പോയിട്ടുണ്ട്. എത്രയോ വർഷത്തെ പഴക്കമുണ്ട്. ഇപിയുടെ മകൻ പോയത് എന്തുകൊണ്ട് സംസാരമാകുന്നില്ല? അതെന്റെ ചോദ്യമാണ്. അത് സംസാര വിഷയമാക്കണോ വേണ്ടയോ എന്ന് തീരുമാനിക്കുന്നത് CPM ആണ്. CPM അത് പൊതി വെച്ചല്ലോ. ഇത്ര സമയം CPM-ന്റെ കാര്യം പുറത്തു വന്നില്ല, മറ്റു മാധ്യമങ്ങളിലും പുറത്തു വന്നിട്ടില്ല. പുറത്തു വന്നു. ഒരു പക്ഷെ അദ്ദേഹത്തിന്റെ കുറ്റം പറഞ്ഞവര് ദേശാഭിമാനിലൊക്കെ വന്ന ലേഖനങ്ങൾ ഇത് കണ്ടിട്ടുണ്ടോ? ആ വ്യക്തി എന്ന് പറഞ്ഞാൽ അതിൽ എല്ലാത്തിലും ഉപരി ഒരു വ്യക്തിയാണ്. ആ വ്യക്തിക്ക് വ്യക്തി സ്വാതന്ത്ര്യമുണ്ട്. അച്ഛൻ CPM-കാരനായതുകൊണ്ട് അല്ലെങ്കിൽ അദ്ദേഹത്തിന് കൂടി CPM അനുഭവം ഉള്ളത് കൊണ്ട് തന്റെ സുഹൃത്തുക്കൾക്കൊപ്പം മറ്റൊരു സ്ഥലത്ത് പോകാൻ പാടില്ല എന്നുള്ള ഒരു എന്താ പറയാ അവിടെ ഒരു വര വരച്ചിട്ട് ഇതിനപ്പുറം പോകാൻ പാടില്ല എന്നൊന്നും പറയാൻ പറ്റില്ല. അച്ഛന്റെ ആനുകൂല്യങ്ങൾ പറ്റി തന്നെയാണ് എല്ലാ മക്കളും വളരുന്നത്. അച്ഛനമ്മമാരുടെ ആനുകൂല്യങ്ങൾ പറ്റി തന്നെയാണ് വരുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് ഒരിക്കൽ പോലും മക്കൾക്ക് വേറിട്ട് ചിന്തിച്ചുകൂടാ എന്ന് പറയാനൊന്നും സാധിക്കില്ല. അങ്ങനെയാണെങ്കിൽ അച്ഛനമ്മമാരും അതുപോലെ തന്നെ വളർന്നതായിരിക്കണം. അങ്ങനെയല്ല ഒരാളും നടക്കുന്നത്. ഇപ്പോൾ നമ്മുടെ മക്കളായാലും നാളെ നമ്മുടെ ആശയത്തിൽ നിന്ന് വ്യതിചലിച്ച് മറ്റൊരു ആശയത്തിലേക്ക് പോകുമ്പോൾ നമ്മൾ എന്താ അവരുടെ മുട്ടുകാല് തല്ലി ഒടിച്ചിടും? അതൊന്നുമല്ല. അപ്പൊ ആശയ വ്യത്യാസം മക്കൾക്കിടയിൽ ഉണ്ടെങ്കിൽ അതും അംഗീകരിക്കാൻ പഠിക്കണം. അവിടെയാണ് മാനുഷികത വരുന്നത്, അവിടെയാണ് കമ്മ്യൂണിസം വരുന്നത്. അത് മറ്റൊരുത്തന്റെ അവകാശങ്ങൾക്കും മേൽ ഒരു ഹാനികരമായ രീതിയിലുള്ള ഒരു തരത്തിലുള്ള വിലക്കും ഏർപ്പെടുത്താതിരിക്കുക എന്നുള്ളത് തന്നെയാണ്. അല്ല, ഇതിലിപ്പോ എനിക്ക് ഒന്നേ പറയാനുള്ളൂ, ഇത്രയേ ഉള്ളൂ. അതായത് ആദർശം പറയുകയും ആദർശം വിളമ്പുകയും കമ്മ്യൂണിസം പറയുകയും കുറെ പാവപ്പെട്ട തൊഴിലാളികളെ കൂടെ നിർത്തുകയും അധികാരത്തിലേറിക്കഴിയുമ്പോൾ കിട്ടിയ, അതായത് CPM എന്ന് പറയുന്ന പാർട്ടിയെ സംബന്ധിച്ച് കേരളത്തിൽ ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന ആശാവർക്കർമാരുടെ സമരം ഇന്ന് 21ാം ദിവസം സമരം പൊളിച്ചുകൊണ്ടിരിക്കുന്നു. തൊഴിലാളികൾ ആരാണ്? തൊഴിലാളി നേതാവ് എന്ന് പറയുന്ന ഇളമരം കരീം പറയുന്ന ഞാൻ വിഷയം വിട്ടു പോകുന്നതല്ല. ഇപ്പോൾ തൊഴിലാളി വർഗത്തിന്റെ പാർട്ടി എന്ന് പറഞ്ഞുകൊണ്ട് അധികാരത്തിൽ വന്ന ഈ പാർട്ടി ഇപ്പോ ഇത്തരത്തിൽ ഈ പറയുന്ന ഫാസിസത്തെ ഒക്കെ എതിർത്തിട്ട് അവരുടെ തന്നെ CC മെമ്പറായിട്ടുള്ള ഒരാളുടെ മകൻ ഇങ്ങനെ ഈ പറയുന്ന കുംഭമേളയിൽ പങ്കെടുത്തു എന്ന് പറയുമ്പോൾ അദ്ദേഹത്തിന് പങ്കെടുത്തുകൂടായില്ല എന്ന് ഞാൻ പറയുന്നില്ല. പ്രജിത ഇത്രയും ഇവിടെ സംസാരിച്ചു. നമ്മുടെ മക്കൾക്ക് നമ്മൾ പറയുന്നിടത്ത് നിൽക്കണം, ശരിയാണ്, ആ പോളിസിയെല്ലാം ഞാൻ സമ്മതിക്കുന്നു. പക്ഷേ ഈ പറയുന്ന വാക്കും പ്രവൃത്തിയും രണ്ടായി നീങ്ങിക്കൊണ്ടിരിക്കുന്ന CPM-ലെ കടൽക്കിഴവന്മാരായിട്ടുള്ള നേതാക്കന്മാർ, അത് ഈ പറയുന്ന മുഖ്യമന്ത്രി തുടങ്ങി എല്ലാവരും പറയുന്നതൊന്ന്, പ്രവർത്തിക്കുന്നത് വേറൊന്ന്. അല്ലെങ്കിൽ ഈ പറയുന്ന കുംഭമേളയെക്കുറിച്ച് ദേശാഭിമാനിയിലും കണ്ട പത്രങ്ങളിലും കൈരളിയിലും അവരുടെ തന്നെ പ്ലാറ്റ്ഫോമിലും ഇങ്ങനെ തിരിച്ചെഴുതേണ്ട കാര്യമില്ല. എഴുതിയതിൽ എന്തർത്ഥം എന്ന് മാത്രമേ എനിക്കിതിൽ ചോദിക്കാനുള്ളൂ.